വെൽക്കം ടു ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിൽ ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ബിൽ ജനറേഷൻ നമ്മൾ എങ്ങനെ ചെയ്യും എന്നാണ്. നമുക്കൊരു കസ്റ്റമർക്ക് ഒരു ബില്ല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ബില്ല് അടിക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തരുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യാം. നമുക്ക് ബില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു ബില്ല് ചെയ്യുന്ന ഐറ്റംസ്, അതുപോലെ തന്നെ ബില്ല് ചെയ്യുന്ന ആർക്കാണോ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് വൺ ടൈം സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കയറ്റേണ്ടതുണ്ട്. അപ്പം നമ്മൾ അത് എങ്ങനെയാണെന്നും ഉള്ള വീഡിയോസൊക്കെ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ബാർ സർവീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വെൻഡറെ ക്രിയേറ്റ് ചെയ്യണം, അതിനുള്ള ഓപ്ഷൻസും നമുക്ക് ഈ കസ്റ്റമർ/വെൻഡേഴ്സിലുണ്ട്. അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് ഇതിന് മുന്നേ നമ്മൾ ഓരോ വീഡിയോസിലൂടെയും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫീൽഡുകളാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കയറിപ്പോവാം. ആദ്യം തന്നെ നമുക്കൊരു ബില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻവോയ്സസിലാണ് നമ്മൾ ബില്ലിങ് ചെയ്യുന്നത്. ഇൻവോയ്സസിൽ വന്ന ശേഷം ക്രിയേറ്റ് ന്യൂ ഇൻവോയ്സസിലാണ് നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആർക്കാണോ ബില്ലടിക്കുന്നത് ആ ഒരു സപ്ലയറെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ നമുക്ക് വേണം. ഓക്കെ, നമ്മുടെ കസ്റ്റമറെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കസ്റ്റമറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിലവിലുള്ള കസ്റ്റമറുടെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ല, ഇനി പുതിയൊരു കസ്റ്റമറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻസ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആഡ് ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ പുതിയ കസ്റ്റമറെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കസ്റ്റമറുടെ നെയിം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കസ്റ്റമറുടെ അഡ്രസ്സ് ഏതാണ് മുഴുവൻ അഡ്രസ്സും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഡെമോ പോലെ ഞാൻ സെക്ഷൻ പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടതാണ്. ശേഷം കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ഏതാണോ രജിസ്റ്റേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ കൺട്രി, സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ഈ കൺട്രിയും സ്റ്റേറ്റ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഇന്ത്യ അല്ലെങ്കിൽ കേരള എന്ന് പറഞ്ഞ് സെലക്റ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇൻ കേസ് സ്റ്റേറ്റും കൺട്രിയും ഡിഫറൻസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോൺടാക്ട് പേഴ്സന്റെ നെയിം, അതുപോലെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ GST ഡീറ്റെയിൽസ്. അതായത് കസ്റ്റമർക്ക് GST ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ B2B ആയിട്ട് ബില്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും GST നമ്പർ നമ്മളിവിടെ കൊടുത്തിരിക്കണം. ആ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം ഞാൻ ആഡ് കൊടുക്കുന്നു. ആഡ് കൊടുക്കുന്നതോടുകൂടി ഈ ഒരു കസ്റ്റമറെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കസ്റ്റമറെ നമ്മുടെ ബില്ലിംഗ് വിൻഡോയിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആ കസ്റ്റമറിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ സെലക്ട് ചെയ്ത ശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറെ നമ്മുടെ ബില്ലിംഗ് വിൻഡോയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ശേഷം നമ്മുടെ ഐറ്റംസ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രീൻ ബാർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐറ്റത്തിന്റെ ലിസ്റ്റുകളെല്ലാം വരും. ഇവിടെ നമുക്ക് കോൺടാക്ട് നെയിം വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൽഫബറ്റിക് ഓർഡറിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് അതിനകത്തുനിന്ന് ഏതാണോ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് നമുക്ക് ആൽഫബറ്റിക് ഓർഡറിലോ ഐറ്റം കോഡ് വെച്ചിട്ടോ നമുക്ക് നമ്മുടെ ആ പ്രൊഡക്റ്റുകൾ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ബില്ലിങ്ങിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അത്രത്തോളം ഈസിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. അങ്ങനെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ലോഡ് ചെയ്ത ശേഷം അതിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ശേഷം അതിന്റെ ബേസിക് പ്രൈസ് ഇവിടെ വന്നിട്ടുണ്ടാവും, സെയിൽ പ്രൈസ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ചസ് വരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ബേസിക് ഡീറ്റെയിൽസിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കും.
അതിനുശേഷം അടുത്ത പ്രൊഡക്റ്റിന്റെയും ഞാൻ അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസിൽ മാറ്റം വരുത്തി പോകുന്നു. ശേഷം ഇതിനകത്ത് നമ്മുടെ കസ്റ്റമർക്ക് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവോയ്സ് ഡിസ്കൗണ്ട് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ ഇൻവോയ്സ് ഡിസ്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സൻറ്റേജിലോ എമൗണ്ടിലോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ ഐറ്റം വൈസ് ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും ഫീൽഡുകളോ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളോ ഉള്ളൂ. നമ്മളൊരു ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഐറ്റംസ് ലോഡ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് 2 ഓപ്ഷൻസ് കൂടെ ഞാൻ പറഞ്ഞു തരാനുണ്ട്. സേവ് ഇൻവോയ്സും ഉണ്ട്, അതുപോലെ തന്നെ പേ ആൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസും ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ ക്രെഡിറ്റ് ബില്ലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുക. അതല്ല പേയ്മെന്റ് ഫുൾ കളക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പേ ആൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് കൂടാതെ തന്നെ മൂന്നാമതൊരു സെക്ഷനോട് വരുന്നുണ്ട്, പാർഷ്യൽ പേയ്മെന്റിന്റെ ഒരു സെക്ഷനോട് വരുന്നുണ്ട്. അത് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം തൊട്ട് താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ബില്ലിന്റെ എമൗണ്ട്, ടോട്ടൽ ബിൽ എമൗണ്ട് ഇവിടെ വന്നതായി കാണാൻ വേണ്ടി സാധിക്കും. സെയിൽസ് റിട്ടേൺ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് അപ്ലൈ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് ബിൽ എമൗണ്ടിൽ അത് ടാലിയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. അതുപോലെ ടോട്ടൽ ആയിട്ടൊരു ബിൽ എമൗണ്ട് ഇവിടെയാണ്. ഇതിന്റെ പാർഷ്യൽ പേയ്മെന്റ് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് എമൗണ്ട്, നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം പേയ്മെന്റ് മെത്തേഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേയ്മെന്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ശേഷം നമ്മൾ സേവ് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ ബില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ആയി. ഈ ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റോക്കിലേക്ക് ആയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ഈ വിൻഡോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പ്രൊഡക്റ്റ് ബാർ സർവീസിൽ വരിക. പ്രൊഡക്റ്റ് ബാർ സർവീസിൽ വരുന്നതോട് കൂടി തന്നെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ സ്റ്റോക്കുകൾ നമ്മൾ കൂടിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്.